2024 അവസാനിക്കുകയാണ്. സുപ്രീം കോടതിയെ സംബന്ധിച്ച് സുപ്രധാനമായ നിരവധി വിധികൾ പുറപ്പെടുവിച്ച വർഷമാണ് 2024. ബിൽക്കിസ് ബാനോ കേസ് മുതൽ ഉമർ ഖാലിദിന് അനുവദിച്ച ഇടക്കാല ജാമ്യം വരെ സ്വാഗതാർഹവും നിരാശാജനകവുമായ പല വിധികളും ഇക്കൂട്ടത്തിലുണ്ട്. മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ പടിയിറക്കവും സഞ്ജീവ് ഖന്നയുടെ മുഖ്യ ന്യായാധിപ വേഷത്തിലേക്കുള്ള വരവും ഉണ്ടായി. എന്തൊക്കെയാണ് ഈ വർഷമുണ്ടായ നീതിന്യായ കോടതികളിൽ സംഭവിച്ച പ്രധാന സംഭവ വികാസങ്ങൾ പരിശോധിക്കാം. വോട്ട് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. അദാനിക്ക് ആശ്വാസം നൽകിക്കൊണ്ടൊരു വിധി വന്നു സുപ്രീം കോടതിയിൽ നിന്ന്. അദാനി ഹിൻഡൻബർഗ് കേസിലെ വിധിയിൽ പുനഃപരിശോധന ഇല്ലെന്നായിരുന്നു വിധി. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യവും തള്ളുകയായിരുന്നു കോടതി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു വിധി. അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് കൃത്രിമത്വം കാട്ടിയെന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്. ദശാബ്ദങ്ങളായി കമ്പനി സ്റ്റോക്കിൽ കൃത്രിമത്വം കാട്ടിയിട്ടുണ്ടെന്നും അക്കൗണ്ട് തട്ടിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നു. ന്യായമായതിലും 85% ഉയർന്ന തുകയിലാണ് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ വ്യാപാരം നടക്കുന്നതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. ബിൽക്കിസ് ബാനോയുടേത് മാത്രമല്ല, രാജ്യത്ത് അപമാനിക്കപ്പെടുന്ന മുഴുവൻ പെൺമയോടും ചേർന്നു നിൽക്കുന്നതാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ചരിത്രവിധി. ബിൽക്കിസ് ബാനോ കേസിൽ 11 പ്രതികൾക്ക് നൽകിയ ഇളവില്ലാതാക്കി മുഴുവൻ പ്രതികളോടും കോടതിയിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകി. 2002 ഗുജറാത്ത് കലാപത്തിനിടെ ബിൽക്കിസ് ബാനോയെ സംഘം ചേർന്ന് പീഡിപ്പിക്കുകയും 7 കുടുംബാംഗങ്ങളെ കൊല്ലുകയും ചെയ്ത കേസിൽ 11 പ്രതികൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു. 2022 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇവരെ മോചിപ്പിച്ചതിന് എതിരെ ബിൽക്കിസ് ബാനോയും CPIM നേതാവ് സുഭാഷിണി അലിയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയും നൽകിയ ഹർജികളിലാണ് കോടതി വിധി. 11 പ്രതികളും ഉടൻ കീഴടങ്ങണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. കുറ്റവാളികൾക്ക് സമയം നീട്ടി നൽകാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചും പ്രതികളുമായി ഒത്തുകളിച്ചുമായിരുന്നു ഗുജറാത്ത് സർക്കാർ നൽകിയ മോചനമെന്ന് വിലയിരുത്തി ജീവപര്യന്തം ശിക്ഷ ലഭിച്ച 11 പേരെ മോചിപ്പിച്ച നടപടി റദ്ദാക്കിയാണ് വിധി. കുറ്റവാളികളെ ഭരണകൂടങ്ങൾ തന്നെ രക്ഷിക്കുന്ന സാഹചര്യങ്ങളിൽ കോടതിയുടെ പ്രസക്തി അറിയിക്കുകയാണ് ഈ വിധിയിലൂടെ പരമോന്നത നീതിപീഠം. കോടതിയിൽ സമർപ്പിക്കുന്ന ഹർജികളിൽ കക്ഷികളുടെ ജാതിയോ മതമോ വ്യക്തമാക്കേണ്ടതില്ലെന്ന നിർണായക വിധിയും ഈ വർഷമാണ് വന്നത്. ജസ്റ്റിസ് ഹിമ കോഹ്ലി, അഹ്സുദ്ദീൻ ഒമാനുള്ള എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു ചരിത്രപരമായ തീരുമാനം. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോണ്ടെന്നും രാജ്യത്തെ ജനങ്ങൾ ഭരണഘടന നൽകുന്ന അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണിതെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി നടപടിയുണ്ടായത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായ്, JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് വിധി. 2023-24 സാമ്പത്തിക വർഷത്തിൽ വ്യക്തികളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമായി BJPക്ക് സംഭാവനയായി ലഭിച്ചത് 2244 കോടിയെന്നാണ് റിപ്പോർട്ട്. 2022-23 സംഭാവനയുടെ 3 ഇരട്ടിയിലധികമാണ് കഴിഞ്ഞ വർഷം BJPക്ക് ലഭിച്ചത്. അതേസമയം കോൺഗ്രസിന് 2023-24 288.9 കോടിയാണ് ലഭിച്ചത്. മുൻ വർഷം ഇത് 79.9 കോടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് ഇക്കാര്യങ്ങളെല്ലാം ഉള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കൈ പൊള്ളിക്കാൻ ഉതകുന്നതാണ് വിധിയെങ്കിലും പിന്നെ അങ്ങോട്ട് അതിൽ തുടർ നടപടികൾ എന്തുണ്ടായെന്നത് പരിശോധിക്കേണ്ടതാണ്. ജയിലിലായി 7 മാസങ്ങൾക്ക് ശേഷം മാധ്യമപ്രവർത്തകൻ പ്രബീർ പുരകായസ്ഥയ്ക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സഹായകമായത് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലാണ്. കേന്ദ്ര സർക്കാർ വിമർശകരായ മാധ്യമങ്ങൾക്ക് എന്തും സംഭവിക്കാമെന്ന പാഠം രാജ്യത്തിന് നൽകാൻ ശ്രമിച്ച മോദി സർക്കാരിന് കോടതിയിൽ നിന്നേറ്റത് കനത്ത തിരിച്ചടിയാണ്. പുരകായസ്ഥയുടെ അറസ്റ്റ് തീർത്തും നിയമവിരുദ്ധവും കനത്ത നീതി നിഷേധവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി അറസ്റ്റ് അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു. അടിസ്ഥാനപരമായ നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനെ വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ 7 മാസം ജയിലിനുള്ളിൽ അടയ്ക്കാൻ സാധിക്കുമെന്ന ഞെട്ടിക്കുന്ന വസ്തുത കൂടിയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റിലൂടെ കാണാൻ സാധിച്ചത്. ദില്ലി മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിന്റെ അറസ്റ്റും ജാമ്യവും അദ്ദേഹം ജയിൽ മോചിതനായതുമെല്ലാം ഇതേ വർഷമാണ്. മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിനെതിരായ ED അറസ്റ്റ് മാർച്ച് 21-ന്, കസ്റ്റഡിയിലിരിക്കെ ജൂൺ 6-ന് CBI അറസ്റ്റ്, തൊട്ടടുത്ത മാസം ഇടക്കാല ജാമ്യം, സെപ്റ്റംബർ 13-ന് കേജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു.
അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് മോചനം സാധ്യമായത്. തിഹാർ ജയിലിന് പുറത്ത് വൻ സ്വീകരണമൊരുക്കിയാണ് ആം ആദ്മി പ്രവർത്തകർ കെജ്രിവാളിനെ സ്വീകരിക്കാനെത്തിയത്. കരഘോഷത്തോടെയാണ് പ്രവർത്തകർ കെജ്രിവാളിനെ വരവേറ്റത്. എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ലെന്നായിരുന്നു ജയിലിന് പുറത്തെത്തിയ കെജ്രിവാളിന്റെ ആദ്യ പ്രതികരണം. എന്നാൽ അദ്ദേഹത്തിനെതിരായ പ്രതികാര നടപടികൾ ഇപ്പോഴും കേന്ദ്ര സർക്കാർ തുടരുകയാണ്. ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാല ന്യൂനപക്ഷ സ്ഥാപനമല്ലെന്ന വിധി സുപ്രീം കോടതി റദ്ദാക്കി. മുസ്ലിം സംവരണം റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധിയും 7-അംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി. ന്യൂനപക്ഷ പദവിക്കെതിരെ നിലപാട് സ്വീകരിച്ച മോദി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 7-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്നുണ്ടായത്. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി റദ്ദാക്കിയ 1967-ലെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് 43 വർഷങ്ങൾക്ക് ശേഷം 7-അംഗ ഭരണഘടനാ ബെഞ്ച് തിരുത്തിയത്. അലിഗഡ് മുസ്ലിം സർവകലാശാലയ്ക്ക് ന്യൂനപക്ഷ പദവിക്ക് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ന്യൂനപക്ഷ സ്ഥാപനമാണോ എന്നത് അതിന്റെ സ്ഥാപകർ ആരാണെന്നത് അടിസ്ഥാനമാക്കിയാണെന്നും നിയമപ്രകാരം സ്ഥാപിച്ചുവെന്നതുകൊണ്ട് ന്യൂനപക്ഷ പദവി നഷ്ടമാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 7-അംഗ ബെഞ്ച് ഭൂരിപക്ഷ വിധിയിലൂടെ വ്യക്തമാക്കി. സ്വന്തമായൊരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് ശിഥിലമായി പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് സമർത്ഥിക്കുന്ന പ്രശസ്ത ഹിന്ദി കവി പ്രദീപിന്റെ വാക്കുകളെ ഉദ്ധരിച്ചായിരുന്നു ജസ്റ്റിസ് BR ഗവായിയുടെ വിധി പ്രസ്താവം. ബുൾഡോസർ രാജ് ഭരണഘടനാ വിരുദ്ധമാണ്. അധികാര ദുർവിനിയോഗം അനുവദിക്കാനാകില്ല. പാർപ്പിടം ഒരാളുടെ മൗലിക അവകാശമാണ്. ഒരു വ്യക്തി കേസിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടാൽ പോലും അയാളുടെ വീട് പൊളിച്ചു മാറ്റുന്ന നടപടി ഭരണഘടനാ വിരുദ്ധവും. കുറ്റാരോപിതർക്കും ചില അവകാശങ്ങളും സംരക്ഷണങ്ങളുമുണ്ട്, സുപ്രീം കോടതി പറഞ്ഞു. ശിക്ഷിക്കപ്പെട്ടവരുടെ വീടുകൾ തകർക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ഏതെങ്കിലും കാരണത്താൽ വീടുകൾ ഒഴിപ്പിക്കണമെങ്കിൽ നിയമപരമായി നോട്ടീസ് നൽകണം. സർക്കാരുകൾക്ക് ശിക്ഷ വിധിക്കാൻ അധികാരമില്ല. അധികാരം കോടതികൾക്കാണ്. അതിലേക്കാണ് സർക്കാർ കടന്നുകയറുന്നത്. ഇങ്ങനെയാണ് ജസ്റ്റിസുമാരായ ഭൂഷൺ ആർ ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ സുപ്രധാനമായ വിധി പ്രസ്താവത്തിൽ പറയുന്നത്. സഞ്ജീവ് ഭട്ടിന്റെ വർഷങ്ങളായി തുടരുന്ന നിയമ പോരാട്ടങ്ങൾക്ക് ചെറിയ ആശ്വാസം നൽകുന്നതാണ് കഴിഞ്ഞ ദിവസം വന്ന വിധി. പ്രോസിക്യൂഷന് സംശയാതീതമായി ആരോപണങ്ങൾ തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗുജറാത്ത് പോർബന്ദർ കോടതി 1997-ലെ കസ്റ്റഡി പീഡന കേസുമായി ബന്ധപ്പെട്ട് സഞ്ജീവ് ഭട്ടിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുകേഷ് പാണ്ഡെയുടേതാണ് വിധി. ഡൽഹി കലാപ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി ജയിലിൽ കഴിയുന്ന JNU വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 7 ദിവസത്തേക്കാണത്. UAPA ചുമത്തപ്പെട്ട ഉമർ ഖാലിദ് 2020 സെപ്റ്റംബർ മുതൽ ജയിലിലാണ്. വിചാരണ പോലുമില്ലാതെ 4 വർഷം. ഇന്ത്യൻ ജയിലുകളിൽ വിചാരണ പോലുമില്ലാതെ കഴിയുന്ന അനേകായിരം രാഷ്ട്രീയ തടവുകാരുടെ പ്രതീകമാണ് ഉമർ ഖാലിദ്. 2020-ൽ വടക്കു കിഴക്കൻ ഡൽഹിയിൽ പൗരത്വ ഭേദഗതിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ മുഖ്യ സൂത്രധാരൻ എന്ന പട്ടം ചാർത്തിയായിരുന്നു ഉമറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2020 സെപ്റ്റംബർ 13-നാണ് ഉമർ അറസ്റ്റിലാകുന്നത്. 4 വർഷവും 3 മാസവും നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് ഉമറിന് ജാമ്യം ലഭിക്കുന്നത്. 7 ദിവസത്തേക്ക് മാത്രം. 2020 സെപ്റ്റംബർ 13-നാണ് ഉമർ ഖാലിദ് അറസ്റ്റിലാകുന്നത്. നിരവധി തവണ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും കോടതി അംഗീകരിച്ചില്ല. കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് UAPA ചുമത്തിയാണ് ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഏറ്റവും ഒടുവിലുണ്ടായ പ്രതീക്ഷ നൽകുന്ന ഇടക്കാല ഉത്തരവാണ് സംഭലുമായി ബന്ധപ്പെട്ടത്. ആരാധനാലയങ്ങൾക്കുമേലുള്ള അവകാശവാദങ്ങൾക്ക് തടയിട്ടു സുപ്രീം കോടതി. മസ്ജിദുകളിലെ സർവേ നടപടികൾ കോടതി വിലക്കി. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഗ്യാൻവാബി, മധുര, ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്, സംഭൽ മസ്ജിദ് കേസുകളിൽ ഇനിയൊരു ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നും കോടതി വ്യക്തമാക്കി. ഇടക്കാല ഉത്തരവും പാടില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. സഞ്ജീവ് ഖന്നയുടെ പടിയിറക്കവും അടുത്ത ചീഫ് ജസ്റ്റിസിനായുള്ള മുഖ്യ ന്യായാധിപ കസേരയുമെല്ലാം കാത്തിരിക്കുന്നുണ്ട് വരും വർഷത്തിൽ. നീതിന്യായ കോടതികളിലെ പ്രതീക്ഷ ചോരാതെ കാക്കാൻ വരും വർഷവും അവസരമുണ്ടാകട്ടെ. കോഡ് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.